ഹായ് നമസ്തേ വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷൻ വ്ലോഗ്. ഇത് മാർജി ഫ്രീയിൽ പോയപ്പോ ഐസ്ക്രീം വാങ്ങി കേട്ടോ. അപ്പോ ഒന്ന് വാങ്ങിയപ്പോ ഒന്നായിരുന്നു ഫ്രീ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി, എനിക്കൊരു കണ്ടന്റ് കിട്ടിയല്ലോ എന്നും പറഞ്ഞു. അപ്പൊ അത് എന്താണെന്ന് നോക്കിയാലോ, ഒരു വീഡിയോയിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ കേമറിയുടെ ഐസ്ക്രീം. ഒന്ന് വാങ്ങിച്ചപ്പോൾ ഒന്ന് ഫ്രീ. അപ്പോൾ ഇത് വാങ്ങിയ കെലോഗ്സ് കൂടെ വാങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീം വാനില കോൺ ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പുട്ട് ഐസ്ക്രീമിൻ്റെ മോൾഡാണ്. ഒരു പാത്രത്തിൽ കെലോഗ്സ് മൊത്തവും തട്ടി, എന്നിട്ട് മോൾഡ് എടുത്തതിന് ശേഷം അതിനകത്ത് ചില്ലിട്ടിട്ട് കെലോഗ്സ് ഫില്ല് ചെയ്യുകയാണ്. അത് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ വാനില ഐസ്ക്രീം ഞാൻ തട്ടുകയാണ്. എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ട് അതിനെ ഞാൻ ഫില്ല് ചെയ്യുകയാണ്. ഫില്ല് ചെയ്യുമ്പോൾ മൊത്തവും കവർ ചെയ്ത് വരും. എന്നിട്ട് ഞാൻ വീണ്ടും കെലോഗ്സ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് എടുക്കുന്നത്. അതെടുത്ത് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് എടുത്തു, അതിനകത്ത് തട്ടി സ്പൂണ് കൊണ്ട് എല്ലായിടത്തും ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സ്ട്രോബെറി ചെയ്തതുപോലെ തന്നെയാണ് അടുത്ത പിസ്തയും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു മോൾഡ് വാങ്ങിച്ചല്ല സൂക്ഷിച്ച് വെച്ച് വയ്ക്കുകയാണെങ്കിലേ നമുക്കിതുപോലെ ഒരു ഐസ്ക്രീം വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആണെന്ന് കിട്ടൂലേ. ഈ സമയത്ത് നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി നമുക്ക് മക്കൾക്ക് കൊടുക്കാം. അപ്പോൾ അവർ ഹാപ്പി, പേരൻസ് ഹാപ്പി ആകും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങുമ്പോൾ 275 രൂപയാണ്. ഇപ്പോൾ അതിൽ നിന്നും കൂടിക്കാണും. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കൂടെ അറിയാം. കെലോഗ്സ് ഞാൻ ഇതിലേക്ക് തട്ടാൻ പോവുകയാണേ. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കടയിൽ ഇതിലൊക്കെ ബേക്കറി ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയല്ല അവർ അലങ്കരിച്ചൊക്കെ തരുന്നത്. അതുപോലെ ഞാനും അയ്യോ, ഇതിനകത്ത് ഫില്ല് ചെയ്തതാണ് പൊട്ടിയത്. അപ്പോൾ സക്സസ് ആയി ഞാൻ എൻ്റെ ഐസ്ക്രീം പുട്ട്. വാവ്, പുട്ട് ഐസ്ക്രീം ഫില്ല് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും സ്പൂൺ കൊണ്ട് ഞാൻ ഫില്ല് ചെയ്തപ്പോൾ ഒന്നും കറക്റ്റ് ആയില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഗ്യാപ്പ് വന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആദ്യം സ്ട്രോബെറി, പിസ്ത, പിന്നെ വാനില, ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആദ്യം കെലോഗ്സ് എടുത്തു, പിന്നെ സ്ട്രോബെറിയും എടുത്താണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അടുത്ത പിസ്ത എടുക്കുകയാണ്. ഞാൻ കാണിച്ചില്ലേ നേരത്തെ വീഡിയോയിൽ, ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ. പിന്നെ വാനിലയുടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ കോൺ വാങ്ങിയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.